ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗംഭീര പാട്ടോടുകൂടി ഇന്നത്തെ ലൈവ് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി നടന്ന ചില കാര്യങ്ങളുണ്ട്. അതിന്ന് രാവിലെ തന്നെ അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഷാനവാസ് എത്തിയിരിക്കുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തോളൂ. ഇന്ന് രാവിലെ തന്നെ ഗംഭീര പാട്ടോട് കൂടിയിട്ട് ലൈവ് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഷാനവാസ് ആദിലെടുത്ത് നൂറെടുത്ത് ഒരു പ്രത്യേക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്താ മോർണിംഗ് സോങ് വരുമ്പോൾ മോർണിംഗ് സോങ്ങിൽ ഡാൻസ് കളിക്കാൻ വരാത്തത്? അതൊക്കെ പ്രേക്ഷകർ നോട്ട് ചെയ്യും. നിങ്ങൾക്ക് അതൊക്കെ നെഗറ്റീവായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ ബിഗ് ബോസ് പാട്ടിടുമ്പോൾ വന്ന് ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് കളിക്കണം, എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ മതിയെന്ന്. അങ്ങനെ രാവിലെ ബിഗ് ബോസ് പാട്ടിട്ടു. ആ സമയത്ത് ആദിലും നൂറയും എവിടെ കടന്ന് നല്ല ഉറക്കമാണ്. ഷാനവാസ് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നു. എന്നിട്ട് അവർ വരുന്നൊന്നുമില്ല. പിന്നീട് അവസാനമൊക്കെ ആകുമ്പോഴാണ് അവരെത്തുന്നത്. അങ്ങനെ എല്ലാവരുടെ ഡാൻസ് കളിക്കുന്നു. പക്ഷേ എന്നത്തെയും പോലെ രാവിലെ തന്നെ ബിഗ് ബോസിനെ വരെ എഴുന്നേൽപ്പിക്കുന്ന രീതിയിലാണ് കേട്ടോ അനീഷ് രാവിലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അനീഷിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നു. ബിഗ് ബോസിനോട് നന്ദി പറയുന്നു. ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്തോരം മുൻജന്മ സുഹൃതം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ബിഗ് ബോസിൽ എത്താൻ സാധിച്ചത്. അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ആരൊക്കെയോ എൻ്റെ കാരണന്മാർ നല്ലൊരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് എത്താൻ സാധിച്ചത്. ഈ ജന്മത്തിൽ ഞാൻ നല്ല കാര്യമൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. ബിഗ് ബോസ് ആയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. ബിഗ് ബോസ് ആയിട്ട് മാത്രമായിരിക്കില്ല, നമ്മൾ പ്രേക്ഷകരായിട്ടായിരിക്കാം. രാവിലെ ആവുമ്പോൾ ആരുമില്ല, എല്ലാവരും കിടന്ന് ഉറക്കമാണ്. അതിൻ്റെ ഇടയിൽ ജിസേൽ എഴുന്നേറ്റിട്ട് മേക്കപ്പ് ഇട്ടിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങുന്നുണ്ട്. വേറെ ആരും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അനീഷ് മാത്രമാണ് എഴുന്നേറ്റിരിക്കുന്നത്. അനീഷ് ഗാർഡൻ ഏരിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. ആ ഒരു സമയത്താണ് ബിഗ് ബോസ് പാട്ടിടുന്നത്. അല്ല, ജിസേൽ എന്താണ് രാവിലെ എഴുന്നേക്കും, മേക്കപ്പ് ഇടും, എന്നിട്ട് വീണ്ടും കിടന്നുറങ്ങും. എനിക്ക് തോന്നുന്നു മോർണിംഗ് സോങ് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് മുഖരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ജിസേൽ അങ്ങനെ ചെയ്യുന്നത്. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്, ഇന്നും അത്തരത്തിൽ തന്നെ ആയിരുന്നു. അങ്ങനെ മോർണിംഗ് സോങ് ഇട്ടു. ആ ഒരു പാട്ടിൽ ഗംഭീര കാഴ്ചയോടെ വെച്ചുകൊണ്ടാണ് കേട്ടോ അനീഷ് എത്തിയിരിക്കുന്നത്. അനീഷ് തുടക്കത്തിലൊക്കെ ഒന്നും ഡാൻസ് ഒന്നും കളിക്കില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ നന്നായിട്ടൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും ഒരുമിച്ചുള്ള ഒരു ഡാൻസ് ഉണ്ടല്ലോ, അത് ബിഗ് ബോസ് എടുത്തെടുത്ത് കാണിക്കുകയാണ്. നല്ല രസകരമായിട്ടാണ് കാണിച്ചത്. അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും രസകരമായിട്ടുള്ളൊരു കോംബോ നമുക്കിനി ലൈവിൽ കാണാം എന്ന് വേണം പ്രതീക്ഷിക്കാനായിട്ട്. അത്തരത്തിലാണ് തുടക്കത്തിലെ ലൈവ് വന്നിരിക്കുന്നത്. ലാലേട്ടൻ വന്നതിന് ശേഷം, അതായത് അനീഷിന് ഇനി രണ്ട് ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇനി എടുക്കാൻ പറ്റും തോന്നുന്നില്ല. കാരണം ഷാനവാസ് അത് അടിച്ചൊതുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല സുഹൃത്തുക്കളായിട്ട് പോകുന്നു. ഒന്നില്ലെങ്കിൽ ഷാനവാസായിട്ട് ഉടക്കി പിരിയണം, അതുമല്ലെങ്കിൽ ഷാനവാസിൻ്റെ കൂടെ നിന്ന് കളിക്കണം. കൂടെ നിന്ന് കളിക്കുകയാണെങ്കിൽ ഷാനവാസിൻ്റെ നിഴലായി പോവാതിരിക്കാനും അനീഷ് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. മൈൻഡ് ഗെയിമിൻ്റെ കാര്യത്തിൽ രണ്ടുപേരും ഒട്ടും മോശമല്ല. ഈ കളികൾ ഇനി എങ്ങനെ വേണമെങ്കിലും മാറി മറിഞ്ഞേക്കാം. എന്നാൽ ഇപ്പോൾ എനിക്ക് ഇന്നത്തെ മോർണിംഗ് സോങ്ങോട് കൂടിയിട്ട് എനിക്ക് തോന്നുന്നു നല്ല സുഹൃത്തുക്കളായിട്ട് ഇവർ മുന്നോട്ട് പോയി കളിക്കാനാണ് സാധ്യത ഏറെക്കുറെ കാണുന്നത്. എന്താകുമെന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയാം. എല്ലാം കാത്തിരുന്നതിനെ കാണാം. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ പേജിലുണ്ടാകും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തോളൂ.